സാർ ടീച്ചറെ വളരെ സന്തോഷത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ഒപ്പം ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീല എന്ന എൻ്റെ പ്രിയ കൂട്ടുകാരിയെ കൂടി ക്ഷണിക്കുന്നു. സെഷനുകളെ കുറിച്ചുള്ള അറിയിപ്പാണ്. നമുക്ക് 6 സെഷനുകളുണ്ട്. അതിലെ ആദ്യത്തെ സെഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. ഓരോ സെഷനുകളിലും വൈവിധ്യമാർന്ന വിഷയങ്ങളും വളരെ ഗൗരവപൂർണമായ ചർച്ചയുമാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ ഗൗരവമാണ് കുറെ പാനലിസ്റ്റുകളെയും മോഡറേറ്റേഴ്സിന്റെയും ഒക്കെ മുഖത്ത് ഇപ്പോഴും നമുക്ക് നിർമ്മിച്ച് കാണാൻ പറ്റുന്നത്. ഇന്ന് ആദ്യം തരംഗം തീർക്കുന്ന ഓൺലൈൻ മാധ്യമം ഏറുന്ന സാധ്യതകൾ, രണ്ടാമത്തെ മലയാള സാഹിത്യവും ജെൻസിയുടെ സൃഷ്ടിപരതയുമാണ്. അത് സെഷൻ 2:11-15 മുതലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സമയ നിഷ്ഠയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് പെട്ടെന്ന് സെഷനുകളുടെ ഒരു വിവരണം ചുരുക്കത്തിൽ പറയാം. 3ാമത്തെ സെഷൻ എന്ന് പറയുന്നത് പെണ്ണെഴുത്തുകളുടെ വികാസ പരിണാമത്തിൽ ലിംഗനീതിയുടെ സ്ഥാനം. 4ാമത്തെ സെഷനിലെ ഇതര ഭാഷാ സാഹിത്യത്തിന്റെ സ്വാധീനം മലയാളത്തിൽ. പിന്നെ അടുത്ത ഒരു കൂടിയാട്ട അവതരണം, രംഗാവതരണമുണ്ട്. അതിനുശേഷം നവഫാസിസവും ദളിത് രാഷ്ട്രീയവും മലയാള സാഹിത്യത്തിൽ. 6ാമത്തെ സെഷൻ എന്ന് പറയുന്നത് AI യുഗത്തോട് മാറ്റുരയ്ക്കുന്ന വിവർത്തക ധർമ്മം. ഇനി ആദ്യത്തെ സെഷനിലെ ആളുകളെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് മോഡറേറ്ററും ആ പാനലിസ്റ്റുകളും ഇതിലേക്ക് കയറിയിരിക്കണം. ഗൗരവപൂർണമായ അത്രയും ഉത്തരവാദിത്വത്തോടെ അവരെ പഠിച്ച് വന്ന് ചെയ്യുന്ന ചർച്ചയാണ്. ആ ഒരു ഗൗരവത്തോടൊപ്പം തന്നെ അതിനെ ഉള്ളിലേക്ക് എടുക്കാനുള്ള ഒരു മനസ്സും സദസ്സിലുണ്ടാവണം. സംസാരിക്കാതെ അത് വളരെ കൃത്യമായി കേട്ട് മനസ്സിലാക്കി അവരുടെ അടുത്ത് ഒരു സഹകരണ മനോഭാവം നമ്മളും പുലർത്തേണ്ടതുണ്ട്. ജിബി, നമ്മുടെ ആദ്യത്തെ സെക്ഷൻ തരംഗം തീർക്കുന്ന ഓൺലൈൻ മാധ്യമം എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇതിന് നമുക്ക് സമയം ഇപ്പൊ നിലവിൽ നമുക്ക് മോഡറേറ്റർ ആയിട്ട് നമുക്ക് ഇതിൽ ക്ഷണിക്കുന്നത് ഡോക്ടർ പി സജീവ് കുമാർ മാസ്റ്ററെയാണ്. കവിയും നോവലിസ്റ്റും ഏകദേശം 16 പുസ്തകങ്ങളും രചിച്ച ഡോക്ടർ സജീവ് കുമാർ മാസ്റ്റർ ആരോഗ്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ മോഡറേറ്റർ എന്ന നിലയിൽ ഡോക്ടർ പി സജീവ് കുമാറിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാനലിസ്റ്റുകളുണ്ട്. ഇനി നമുക്ക് ദീപ്നാദാസ് അണ്ടലൂർ. ദീപിനെ കുറിച്ച് അറിയാം. ഇപ്പോ നിലാവ് പോലൊരു പെൺകുട്ടി, അതല്ലേ പുസ്തകത്തിന്റെ പേര്. നിലാവ് നിർമ്മിച്ച പെൺകുട്ടിയാണ്. അതെ, കയറി വരുന്നത് കണ്ടാൽ നമുക്കറിയാം. അതുപോലെ തന്നെയല്ലേ? അപ്പൊ എന്തായാലും നിലാവ് നിർമ്മിച്ച പെൺകുട്ടി, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കവിതകൾ നമുക്ക് ദീപിനെ സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ മെഹറുനീസ പ്രമോദ്. മെഹറുനീസ ഇങ്ങനെ എന്താണ് അതൊക്കെ പഠിച്ചു എന്നത് മുഴുവനും പറയാനായിട്ട്. മെഹറുനീസ നമ്മുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തും കാവിശികയുടെ എപ്പോഴും കൂടെയുള്ള ഒരു അംഗവുമാണ്. റൂബി ഫൈസൽ അതുപോലെ തന്നെ നമ്മുടെ എവർക്കും പ്രിയപ്പെട്ട റൂബി ഫൈസൽ ഉണ്ട്. ഇനി ഇരിങ്ങാലക്കുട ബാബുരാജ്. നമുക്കറിയാം, ഇരിങ്ങാലക്കുടക്കാർക്കും മാത്രമല്ല കാവിശികക്കാർക്കും കൂടി ഇപ്പോ വളരെ പ്രിയപ്പെട്ട ഒരു അംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ സെഷനുകളും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ്. രംഗപ്രവേശം തന്നെ അങ്ങനെയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ചർച്ചയിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, കാവിശിക ഫെസ്റ്റിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആദ്യ സെഷനിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുകയാണ്. തരംഗം തീർക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഏറുന്ന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഒരു ചർച്ച നടത്തുന്നത്. ഒരു കഴിഞ്ഞുപോയ ഒരു 4 നൂറ്റാണ്ട് കാലം നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ശരി, മറ്റ് തരത്തിലുള്ള വിജ്ഞാന വികസനത്തിൻ്റെ കാര്യത്തിലായാലും വളരെയധികം വികാസം പ്രാപിച്ചൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നോളജി ഒരു ഭാഗത്ത്, അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനെറ്റുകൾ, മൊബൈൽ ഫോൺ,
ആൻഡ്രോയിഡ് ഫോൺ എന്നിവയുടെയൊക്കെ ആഗമനത്തോടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പത്തിലാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആർക്കും ഇതിൽ ഇടപെടാതിരിക്കാനായിട്ട് സാധിക്കാത്ത ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. നമ്മൾ മീഡിയയിലേക്ക് വരുമ്പോൾ പ്രിൻ്റ് മീഡിയയിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കോവിഡ് കാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ആ രീതിയിലേക്ക് ഓൺലൈൻ മാധ്യമങ്ങൾ വികാസം പ്രാപിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. മാധ്യമരംഗത്ത് ഇങ്ങനെ അതിൻ്റെ സാധ്യതകളും സാന്നിധ്യവും നവമാധ്യമങ്ങളായിട്ടും സമൂഹ മാധ്യമങ്ങളായിട്ടും നമ്മൾ കണ്ടുവരുന്നു. ഒരു 2000 വർഷത്തിലൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇൻ്റർനെറ്റ് വന്ന കാലത്ത് ആലുവയിൽ നിന്നും ഇറങ്ങിയിരുന്ന puja.com എന്ന് പറഞ്ഞൊരു ഇൻ്റർനെറ്റ് മാസിക മലയാളികളുടെ ഇടയിലുണ്ടായിരുന്നു. KL മോഹനവർമ്മയാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അതിൽ ഗൗരവതരമായിട്ടുള്ള ലേഖനങ്ങളും കഥാ, കവിത, നിരൂപണം, സിനിമാ നിരൂപണം ഇതൊക്കെ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ ധാരാളമായിട്ടുള്ള ഇൻ്റർനെറ്റ് മാഗസിനുകൾ വരുന്നൊരു കാലഘട്ടം ഉണ്ടായി. പക്ഷേ കോവിഡ് കാലഘട്ടമാണ് ഇതിന് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു പൂക്കാലം എന്നൊക്കെ വിശേഷിക്കാവുന്ന തരത്തിലേക്ക് എത്തിച്ചത് കോവിഡ് കാലഘട്ടമാണ്. ആ സമയത്താണ് നമ്മൾ സർഗാത്മകതയുടെ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് അടച്ചിരുന്ന കാലത്ത് നമ്മളെല്ലാവരും ആ ഒരു രംഗത്തേക്ക് ഏറിയും കുറഞ്ഞും അത് ഉപയോഗപ്പെടുത്തുകയുണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്താത്ത ആൾക്കാർ വളരെ കുറവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഉപയോഗപ്പെടുത്താത്ത ആളുകൾ വളരെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് പോലും ഓൺലൈൻ എഡിഷൻ ഇല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതായത് പ്രിൻ്റ് മീഡിയ ഉള്ള പത്രങ്ങൾക്ക് ഓൺലൈൻ എഡിഷൻ വേണം എന്നുള്ള രീതിയിലേക്ക് മാറി. നമ്മൾ മാക്സ്റ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷന് വേണ്ടി വാർഷിക സബ്സ്ക്രിപ്ഷൻ ഇത്ര രൂപ കൊടുത്താൽ എല്ലാ മാഗസിനും നമുക്ക് ഓൺലൈനായിട്ട് വായിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയുണ്ടായി. അപ്പോൾ ഓൺലൈൻ പോർട്ടലുകൾ ഈ മാസികകൾക്കും പത്രങ്ങൾക്കും വരുന്ന അവസ്ഥയുണ്ടായി. ഇതുമാത്രമല്ല, ആദ്യ കാലഘട്ടത്തിൽ തുടങ്ങിയ പല മാഗസിനുകളും തുടരുകയും ചിലതൊക്കെ നിർത്തിപ്പോകുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ നിർത്തിപ്പോകുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ധാരാളമായിട്ട്, അപ്പോൾ ഞാൻ പുഴ എന്നുള്ളതൊരു സൂചകമായിട്ട് സൂചിപ്പിച്ച് മാത്രമാണ്. അത് ഇങ്ങോട്ട് നമ്മൾ പിടിച്ചു വരികയാണെങ്കിൽ ധാരാളമായിട്ട് മാസികകൾ ചെറുതും വലുതുമായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണം പറയും ഉറവ എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. അവരിപ്പോൾ 8 വർഷക്കാലത്തിൻ്റെ ഒരു വാർഷികം ആചരിക്കുന്ന ഒരു എഡിഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, ഏപ്രിൽ മാസത്തെ എഡിഷൻ. അതുപോലെ ശാന്തം ഓൺലൈൻ, അത് ആദ്യം പ്രിൻറ്റ് മീഡിയ ആയിരുന്നു, ഇപ്പോൾ ഓൺലൈനായിട്ട് അവർ വരുന്നു. ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ട്രൂ കോപ്പി തിങ്ക് തുടങ്ങിയ മാസികകളിൽ അങ്ങനെ നടക്കുന്നു. അതുപോലെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകളും ലേഖനങ്ങളും നിരൂപണങ്ങളും ഒക്കെ നടക്കുന്ന ധാരാളമായിട്ടുള്ള ഓൺലൈൻ മീഡിയ നമ്മുടെ രംഗത്ത് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഈ വിഷയത്തിൽ ഈ ഓൺലൈൻ മാസികകളും ഓൺലൈൻ മാധ്യമങ്ങളും തീർക്കുന്ന ഒരു വിസ്ഫോടനം, അതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം സ്വന്തമായുള്ളൊരു സർക്കാർ കൂടിയാണ് കേരളം. K-Phone അത് ഓഫീസ് ആവശ്യങ്ങൾക്കായാലും ശരി മറ്റു കാര്യങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്തുന്നു. ഇതെല്ലാം അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യതയെ കൂടുതൽ വികസിപ്പിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഇന്ന് ധാരാളമായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്ത് നമ്മുടെ എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള വേദിയായിട്ട് ഓൺലൈൻ മാസികകൾ ധാരാളമായിട്ട് മാറിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ആമുഖമായിട്ട് ഈ ഒരു വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് പാനലിസ്റ്റുകളായിട്ട് നമുക്ക് ഒപ്പം ദീപ്ന ദാസ് ഉണ്ട്. ദീപ്ന ദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കാർഷികമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നാളുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നുണ്ട്. കവയിത്രിയാണ്. പലതരത്തിലുള്ള സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. മറ്റൊരാൾ മെഹ്റുനിസ പ്രമോദാണ്. അവരും നമ്മുടെ കാവിശയിൽ വളരെ മുൻപന്തിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആളാണ്. അത് കവിയായാലും മറ്റ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും കവി എന്ന നിലയിലൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. റൂബി ഫൈസൽ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. റൂബി ഫൈസൽ കഥാകാരിയായും കവയിത്രിയായിട്ടുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. കാവിശികയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റൊരാൾ നമ്മുടെ ഇരിങ്ങാലക്കുട ബാബുരാജ്. അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം വളരെയധികം ആക്റ്റീവായിട്ട് ഇത്തരം രംഗത്ത്, സാഹിത്യ രംഗത്ത് നിൽക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിച്ചു വരുന്ന സംഗമ സാഹിതിയുടെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ പലരും നമ്മുടെ ഈ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പലരും പ്രമുഖമായ രീതിയിൽ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവരാണ്.
ഈ ആമുഖത്തോടു കൂടിയിട്ട് ഞാൻ ഈ ചർച്ചയിലേക്ക് നയിക്കുകയാണ് ഇവരെ. ഞാൻ ആദ്യമായിട്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം ദീപ്നദാസിനോടാണ്. ഇത് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വലിയ വിഭാഗം എഴുത്തുകാർക്ക് സർഗാത്മക പഠനത്തിനുള്ള ഒരു വേദിയാണ് ഓൺലൈൻ മാധ്യമങ്ങളെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും എഴുത്തുകാരിൽ നിന്നടക്കമുള്ള ഒരു വിമർശനം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സൃഷ്ടിപരമായിട്ട് ഇത്തരം മാധ്യമങ്ങളിൽ, ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന രചനകൾക്ക് കാമ്പുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനം വരാറുണ്ട്. അതിനെക്കുറിച്ച് ദീപ്നദാസിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രകടിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. സജീവ് മാഷ് ചോദിച്ച ഒരു ചോദ്യം, ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിലുള്ള എഴുത്തിൽ വലിയൊരു രീതിയിൽ ജനാധിപത്യവൽക്കരണം കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയക്ക് കഴിഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലെ എഴുത്തുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ എഴുത്തുകാരുടെ രചനകൾക്ക്, സോഷ്യൽ മീഡിയയിലുള്ള എഴുത്തുകാരുടെ രചനകൾക്ക് കാമ്പുണ്ടോ എന്നതിൽ എനിക്ക് ഭാഗികമായിട്ടാണ് അതിനോട് യോജിക്കാൻ പറ്റുള്ളൂ. ഭാഗികമായിട്ട് നല്ല എഴുത്തുകൾ അതിലുണ്ടാവുന്നുണ്ട്. പൂർണ്ണമായും നല്ല എഴുത്തുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കാമ്പുള്ള എഴുത്തുകൾ ഉണ്ടാവുന്നുണ്ട്. കാമ്പില്ലാത്ത എഴുത്തുകൾ കാലത്തെ അതിജീവിക്കില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എഴുത്തുകാർ, ഞാനടക്കമുള്ള എഴുത്തുകാർ സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മുടെ കവിതകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വൈക്കോലുകൾക്കിടയിൽ നിന്ന് കുറേയധികം നെന്മണികൾ കണ്ടെത്തുന്നത് പോലെ സർഗ പ്രതിഭകളായ എഴുത്തുകാരെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതിലൊരു തർക്കവുമില്ല. പക്ഷേ എന്നാൽ പോലും ഇന്ന് ജാതിയുടെയോ നിറത്തിൻ്റെയോ സവർണൻ അവർണൻ എന്ന രീതിയിലൊക്കെ തരംതിരിക്കുന്ന ഒരു സമകാലിക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടോ എഴുത്തുകാരെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റഡ് മീഡിയയും ഓൺലൈൻ മീഡിയയും തമ്മിലുള്ള ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യകാലത്ത് പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ച് വരുന്നതിന് ഒരു പരിധികളൊക്കെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ സ്വാതന്ത്ര്യങ്ങൾ ഒക്കെയും മറികടന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എഴുത്തുകാരായി അറിയപ്പെട്ട ഒരുപാട് കവികളെ നമുക്കറിയാം. ഈ ഒരു ചോദ്യത്തിന് താങ്ക് യു. ഈ ഒരു മറുപടി ഇതിനപ്പുറം ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനുണ്ടാവും. നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് മുഹർനിസ പ്രമോദനോടാണ്. നമ്മുടെ കാവ്യശികയ്ക്ക് അടക്കം ഓൺലൈൻ ത്രൈമാസികമുണ്ട്, ശിഖ ഓൺലൈൻ. അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, ധാരാളമായിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഈ പ്രിൻ്റ് മീഡിയയും ഓൺലൈൻ മാധ്യമവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഓൺലൈൻ എഴുതുന്നവരോട് അനുവാചകരും എഴുത്തുകാരും ചിറ്റമ്മ നയം പുലർത്തുന്നു എന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് മാഷ് ചോദിച്ചത്. ഓൺലൈനിൽ എഴുതുന്ന ആളുകളെ കുറച്ച് മുമ്പ് വരെ ഫേസ്ബുക്ക് കവികൾ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഇന്നതിന് മാറ്റം വന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും നേരത്തെ സാറ് പറഞ്ഞതുപോലെ പ്രിൻ്റഡ് മീഡിയയിലോട്ട് മാറിയിരിക്കുന്നു. പ്രിൻ്റഡ് മീഡിയയിൽ നിന്ന് ഓൺലൈൻ മീഡിയയിലോട്ട് മാറിയിരിക്കുന്നു. വായനക്കാരുടെ എണ്ണം കൂടി. അതോടൊപ്പം തന്നെ ജൻസികളായിട്ടുള്ള കുട്ടികൾ അവരെല്ലാവരും വായിക്കുന്നുണ്ട്. വായനാശീലം അല്ലെങ്കിൽ വായന മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാത്തരം ബുക്കുകളും കുട്ടികൾക്കിടയിലൂടെ സജീവമാകുന്നതിൻ്റെ പിന്നിൽ ഈ പറയുന്ന ഓൺലൈനായിട്ട് ഇത് വരാൻ തുടങ്ങിയതിന് ശേഷം തന്നെയാണ്. അപ്പോൾ ആദ്യമൊക്കെ ആളുകൾ നമ്മളെ ഫേസ്ബുക്കിൽ എഴുതുന്ന ഫേസ്ബുക്ക് കവികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഞാനൊക്കെ ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് കവികൾ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അങ്ങനെ ഇപ്പോൾ 2026 ഈ ഒരു സമയത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിലും ഇപ്പോഴും ചില കവികളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് മാത്രമല്ല, ഇപ്പോൾ ചിലരെയൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് ആനുകാലികങ്ങളിൽ എഴുതുന്ന കവികളെ മാത്രമേ പരിചയമുള്ളൂ. വായനക്കാരാണെങ്കിലും
ആ ആനുകാലികങ്ങൾ വായിക്കുന്നവർ ആ കവികളെ മാത്രമേ അവർക്ക് അറിയുന്നുള്ളൂ. മറ്റുള്ളവരൊന്നും കവിത എഴുതുന്നവരല്ല. ചില ആളുകൾ മാത്രം കവിത എഴുതുന്നു, ചില ആളുകൾ മാത്രം കവികൾ. അതിൽ നിന്ന് തീർത്തും മാറ്റം വന്നത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ എഴുത്ത് രീതികൾ തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് ഒരാളെ വളർത്തിയെടുക്കുന്ന രീതിയിൽ, നമ്മുടെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ മാറ്റാൻ ഇന്ന് എഴുത്തുകാർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചിറ്റമ്മ നയം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് മറുപടിയായിട്ട് പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ പ്രിൻ്റഡ് മീഡിയയിൽ എഴുതുന്നവർ സോക്കോൾഡ് കവികളും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവർ അതിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കവികളുമായിട്ടാണ് ഇന്നും പലരുടെയും മനസ്സിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിജിറ്റൽ മീഡിയയിൽ വന്നിട്ടുള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്യുമ്പോഴും അവിടെയും നമ്മളോട് ഇൻബോക്സിലൊക്കെ വന്ന് ചോദിക്കും, ആനുകാലികങ്ങളിലേക്ക് അയക്കാറില്ലേ? എനിക്ക് എല്ലാ ആനുകാലികങ്ങളുടെയും പ്രസാധകരോട് പറയാറുള്ളത്, നിങ്ങളുടെ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പുതിയതായിട്ടുള്ള എഴുത്തുകാരുടെ ആയിരക്കണക്കിന് നല്ല നല്ല സൃഷ്ടികൾ അതിൽ കിടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആ ഇൻബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിനുള്ള മറുപടി അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് റൂബി ഫൈസലിനോടാണ്. നമ്മൾ പുസ്തകം, പ്രിൻ്റ് മീഡിയ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വായന എങ്ങനെ? അപ്പോൾ പലപ്പോഴും ഒരു പുസ്തകത്തിൻ്റെ കോപ്പികൾ എത്ര പതിപ്പിറങ്ങി, എത്ര പുസ്തകങ്ങൾ 1000 ആണോ 2000 ആണോ, പതിപ്പുകൾ എത്ര ഇറങ്ങി, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്റ് മീഡിയയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ വായന അല്ലെങ്കിൽ റീച്ച്, അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. നല്ല പ്രസക്തമായൊരു ചോദ്യം തന്നെയാണത്. കാലത്തിനനുസരിച്ച് നമ്മളെ വായനയും മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെ മൊബൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു അവയവം പോലെ തന്നെയാണ്. നമ്മൾ ഡ്രസ്സ് ഇടുന്നത് പോലെയോ അല്ലെ ഭക്ഷണം കഴിക്കുന്നത് പോലെയോ ഭയങ്കര ഇമ്പോർട്ടൻ്റായി നമ്മളെ ഏത് സമയം എല്ലാവരുടെ കയ്യിലും എവിടെ പോകുമ്പോഴും കയ്യിലുണ്ടാകുന്നൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലാണ്. വിരൽത്തുമ്പത്ത് തന്നെ നമുക്ക് പല അറിവുകളും കിട്ടുന്നത്. ഇവിടെ മാഷ് ചോദിച്ചൊരു ചോദ്യം, പ്രിൻ്റ് മീഡിയ, ഓൺലൈൻ മീഡിയ, വായന, റീച്ച്, ഇതിലേക്കാണ് ഞാൻ വരുന്നത്. പ്രിൻ്റ് മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കടമ്പകളുണ്ട് അതിലേക്ക്. നമുക്ക് ചിലവേറിയതാണ്. എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസിയിൽ പ്രിൻ്റ് മീഡിയയിലേക്ക് പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എത്തണം, പിന്നെ എഡിറ്റിങ് കഴിയണം, പുസ്തക രൂപത്തിലാക്കണം, അത് കഴിഞ്ഞിട്ട് അത് വായനയ്ക്ക് വേണ്ടി കൊടുക്കണം. ഇതിനൊരു കാലതാമസം, ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രിൻ്റ് മീഡിയയിലേക്ക് പോകുന്നത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ്, നമുക്ക് ഒരു കാര്യം തോന്നുമ്പോൾ തന്നെ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ, ചെറുതും വലുതുമായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയകളിൽ അക്കൗണ്ട് ഉണ്ട്. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മളെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ പോസ്റ്റ് ആക്കിയിട്ടിടുകയാണ്. നമ്മൾ തന്നെ ഇപ്പം ഈ പരിപാടിയുടെ തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ ചാക്കമാഷൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, നമ്മൾ ഓൺലൈനിൽ സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് എന്നുള്ള വാക്കുകൾ നമ്മൾ ഇഷ്ടം പോലെ കേട്ടു. കാരണം നമുക്കറിയാം, നമ്മൾ ഓരോ ആളിൻ്റെയും അക്കൗണ്ടുകളിൽ അയാൾക്ക് ഉള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 ആളുകളാണുള്ളത്. അപ്പോൾ അവരിലേക്കൊക്കെ എത്തുകയെന്ന്, അത് കൂടാതെ തന്നെ നമുക്ക് ഈ പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മളെ കയ്യിലുള്ളൊരു പുസ്തകം വേണേൽ നമ്മളെ സുഹൃത്തിന് നമുക്ക് വായിക്കാൻ കൊടുക്കാം. പക്ഷേ അതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റ് നമ്മളിങ്ങനെ റീഷെയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എഡിഷൻ്റെ കാര്യം മാഷ് പറഞ്ഞു, പിന്നെ ഫസ്റ്റ് എഡിഷനും അങ്ങനെ കുറേ എഡിഷൻസ് പോകുന്ന പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ചില ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മില്യൺ കണക്കിന് ആളുകൾ നമ്മൾ ഓൺലൈനിലൂടെ വായിക്കുകയാണ്. നമ്മൾ ഈ സാഹിത്യവും കലയും തമ്മിൽ ഇടപിരിയാനാവാത്തൊരു ബന്ധമുള്ളതുകൊണ്ട് ഞാൻ വേറൊരു ഇതിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, സിനിമാ മേഖലകളിൽ നിന്നുള്ളത് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ ജയറാമോ ഇതുപോലെയുള്ള ആളുകളില്ലാത്ത സിനിമകൾ, നായകന്മാരില്ലാത്ത സിനിമകൾ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആൾ കണ്ടിട്ടുള്ള വാഴ 2 എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പല ഗ്രാമങ്ങളിലുണ്ടായിട്ടുള്ള സാധാരണ യൂട്യൂബേഴ്സായിട്ടുള്ള ചെറുപ്പക്കാരുടെ സിനിമയാണ്. നമ്മളത് എടുത്തില്ലേ, നല്ലതായതുകൊണ്ട് നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പം അതിന് റീച്ച് ഉണ്ട്, കൂടുതൽ റീച്ച് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്കും
അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്കും നമ്മളെല്ലാ മനുഷ്യരും എത്തിയിട്ടുണ്ട്. അവിടെ പ്രായമൊന്നുമില്ല, ജെൻ സെഡ് എന്നോ ജെൻ എക്സ് എന്നോ ജെൻ വൈ എന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ലോകത്തിനോട് ഇടപെടാതെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആർക്ക് വേണമെങ്കിലും പിന്നെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പ്രിൻറ്റ് മീഡിയയേക്കാളേറെ ഓൺലൈൻ മീഡിയ തോന്നിയിട്ടുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രിൻറ്റ് മീഡിയയിലെ ഒരു സംഭവം കൊടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ റിവ്യൂസ് കിട്ടാൻ കാലതാമസം എടുക്കും. ഇനി റിവ്യൂസ് കിട്ടിയാൽ തന്നെ തിരുത്താനും പറ്റില്ല. പക്ഷെ നമുക്ക് ഓൺലൈൻ മീഡിയയിൽ ഒരാൾ ഒരു സംഭവം തിരുത്തൽ പറഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനും റീപോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രിൻറ്റ് മീഡിയനേക്കാളേറെ ഓൺലൈൻ മീഡിയ തന്നെയാണ് വായനയിൽ കൂടുതൽ നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. റീച്ച് കൂടുതലാണെന്നാണ് റൂബി ഫൈസൽ പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ. ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടത് ധാരാളമായിട്ട് നമ്മുടെ ഭാവുകത്വത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ സാഹിത്യമായാലും സംസ്കാരമായാലും അതുപോലെ തന്നെ നിരൂപണങ്ങളായാലും ഒക്കെ ധാരാളമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഗൗരവ വായനയ്ക്കും അതിലെ വിഷയ സ്വീകരണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതോ അല്ലെങ്കിൽ പൊതുവായ കേരളത്തിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഇരിങ്ങാലക്കുട ബാബുരാജിനോട് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഏവർക്കും നമസ്കാരം. പ്രിൻ്റ് മീഡിയയെ ഒപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യം ലഭിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും തന്നെ ജീവിക്കുന്നത്. ഈ ലോകത്തിലെമ്പാടുമുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ അല്ലെങ്കിൽ 80% ഓൺലൈൻ മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് മെറ്റയുടെ കീഴിലുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നതുപോലെ തന്നെ ആൽഫബറ്റിൻ്റെ കീഴിലുള്ള യൂട്യൂബ് എന്നീ പ്ലാറ്റ്ഫോമുകളാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ തരം പത്രങ്ങളുടെയും ടെലിവിഷൻ ചാനലുകളുടെയും സ്വകാര്യമായിട്ടുള്ള ഓൺലൈൻ സൈറ്റുകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പത്രങ്ങൾക്കും തന്നെയുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ളത് ഇന്ത്യയിലെ പത്രങ്ങളായിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും NDTVയുടെയും ഓൺലൈൻ സൈറ്റുകൾക്കാണ്. അവിടെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ, മലയാളത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് സാഹിത്യ രംഗത്തേക്ക് വരുമ്പോൾ നിരവധി പത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഓൺലൈൻ സൈറ്റുകളുണ്ട്. അതിൽ മാതൃഭൂമി.com, അതുപോലെ മനോരമയുടെ എഴുത്തിടം, നമ്മുടെ മാധ്യമം ആഴ്ചപ്പതിപ്പ് ഓൺലൈൻ, ഭാഷാപോഷിണി ഓൺലൈൻ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൂടാതെ കണ്ട് വിവിധ സാംസ്കാരിക സംഘടനകൾക്കും സാഹിത്യ സംഘടനകൾക്കും അതുമാത്രമല്ല സ്വകാര്യ വ്യക്തികൾക്കും നിരവധി ഓൺലൈൻ മാധ്യമ സൈറ്റുകളുണ്ട്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാവ്യശികയെ സംബന്ധിച്ചിടത്തോളം കാവ്യശികയുടെ അടുത്തിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള ശിഖ ഓൺലൈൻ അത് പ്രയത്നത്തിലൂടെ പ്രശസ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ ഈ രംഗത്തുള്ള നിരവധി ഓൺലൈൻ സാഹിത്യ മാസികകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ പുഴ.com, അതുപോലെ സൈഗതം, തണൽ, തസ്രാക്ക്, അതുപോലെ മഷിപ്പച്ച, ആത്മ ഓൺലൈൻ, നമ്മുടെ ഇതുപോലെ തന്നെ സമകാലിക കേരളം ഓൺലൈൻ, ചെണ്ട, അക്ഷരസ്ത്രീ, അതുപോലെ യരലവ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഓൺലൈൻ സാഹിത്യ മാസികകൾ കഥയ്ക്കും ലേഖനങ്ങൾക്കും വിമർശനങ്ങൾക്കും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഇൻക്ലൂസീവായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ കവിശിക പറയുകയാണെങ്കിൽ, കവികൾക്ക് പ്രാധാന്യം ഇഷ്ടപ്പെട്ട രീതിയിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻക്ലൂസീവായിട്ടുള്ള മാസികകൾ കവിതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഓൺലൈൻ മാസികകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാള കവിതകൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാസികയാണ്. അതിൽ വളരെ പഴക്കം ചെന്ന അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കവികളുടെ വരെയും കവിതകൾ അതിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. അതുകൂടാതെ കണ്ട് റീഡേഴ്സ് ഫോക്കസ് എന്ന ഒരു മാസികയും കവിതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും ഓൺലൈൻ മാധ്യമം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓൺലൈൻ മാധ്യമങ്ങളിലെ വൈവിധ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു ചോദ്യം ദീപ്നാദാസിനോട് ചോദിക്കാനുള്ളത്, ഈ സ്ത്രീകൾ ധാരാളമായിട്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ എഴുതുന്നുണ്ട്. അപ്പോൾ കുടുംബപരമായ സമൂഹപരമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ഓൺലൈൻ എഴുത്ത് ഈ മാധ്യമങ്ങളിൽ എഴുതുന്നതിന് നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സ്ത്രീകൾ
സമൂഹത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയ ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്നോട് ചോദിച്ച ചോദ്യത്തിൽ എൻ്റേതായ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ എഴുത്തിലൂടെ സ്വയം ആർജിച്ചെടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലെ മറ്റൊന്നും ഒരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ഒരു ഇടപെടലുകൾ സാധ്യമല്ല. കാരണം അത് ഞാൻ സ്വയം ആർജിച്ചെടുത്ത സ്വാതന്ത്ര്യമാണ്. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഒരു 50% സ്ത്രീകളും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ പോലും ആണധികാരത്തിൻ്റെ കൈകടത്തലുകൾ ഇന്നത്തെ സ്ത്രീകൾ ഫീൽ ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ എഴുതുമ്പോഴാണെങ്കിൽ പുരുഷന്മാർക്ക് അതൊരു ലക്ഷറി ആയിട്ടും ചിലപ്പോൾ സ്ത്രീകൾക്കതൊരു സ്ട്രഗിളായിട്ടും ഫീൽ ചെയ്യും. കാരണം സ്ത്രീകൾ കുടുംബത്തെ പുരുഷന്മാർ നോക്കുന്നില്ല എന്നല്ല, പുരുഷന്മാർ നോക്കുന്നുണ്ട്, അങ്ങനെയല്ല. സ്ത്രീകൾ കുടുംബത്തെയും മക്കളെയും നോക്കിക്കൊണ്ട് അവർക്ക് ഒരു ഓൺ ടൈം കണ്ടെത്താൻ പറ്റുന്നില്ല, അതിനൊരു പ്രൈവറ്റ് ടൈം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതിനാണ് അവർ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചോ രതിയെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ തുറന്നങ്ങ് എഴുതുമ്പോൾ പല രീതിയിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് ഒരു കമൻറ്റ് ബോക്സിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് സ്ത്രീകളെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ എഴുതുന്നത് എന്ന് വെച്ചാൽ, പുരുഷന്മാർ എഴുതുമ്പോൾ അത് അവർക്ക് പ്രശ്നമല്ല, സ്ത്രീകൾ എഴുതുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സമൂഹത്തിലേക്ക് കയറി വന്ന് സംസാരിക്കാനും എഴുതാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് എന്ന് പലരും ചിന്തിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ രഹസ്യമായ കാര്യങ്ങളിലേക്ക് പോലും ഇവർ മെസ്സേജ് വഴിയോ ഇൻബോക്സ് വഴിയോ ഒക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞാനൊക്കെ പ്രണയത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം എഴുതുമ്പോഴും ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നുണ്ട്. ദീപിനെ എത്ര പേരെ പ്രണയിക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു പക്ഷേ അതൊന്നും ഒരു സ്ത്രീ, മാധവിക്കുട്ടിയെ പോലുള്ള എഴുത്തുകാർ ആദ്യകാലത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തിന് പരിധിയില്ല എന്ന്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് എല്ലാ സ്ത്രീകളും അവരവരുടേതായ മേഖലകളിൽ ആർജിച്ചു വരുന്ന ഒരു യാത്രയിലൂടെ തന്നെ ഉയർന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയും. ഓൺലൈൻ മാധ്യമങ്ങളോട് എഴുതിക്കൊണ്ട് മുൻനിരയിലേക്ക് വന്ന ചിലരൊക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ട് പറയാൻ കഴിയും. ആർ രാജശ്രീ, അത് അവരുടെ ആദ്യത്തെ നോവൽ ആത്രേകം ആ ഒരു രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ഓൺലൈൻ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മുൻനിരയിലേക്ക് ധാരാളമായ എഴുത്തുകാർക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ ചോദ്യം ഞാൻ മെഹറുന്നിസ പ്രമോദിനോടാണ് ചോദിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾ അതല്ലെങ്കിൽ എഴുത്തുകാർ എഴുതി തുടങ്ങുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അവർ നേരിടുന്നു. പതിയെ പതിയെ അവരുടെ എഴുത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവരതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് അവരുടെ നിരന്തരമായിട്ടുള്ള ഏതൊരു പ്രവർത്തനത്തിലും നിരന്തരമായിട്ട് നമ്മൾ മാനസികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനോട് അത്രമാത്രം അടുത്ത് നിൽക്കുമ്പോൾ നമ്മളിലൊരു മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ എഴുത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പം ഇവിടെ നിരന്തരമായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനത്തിലൂടെ കുറേ ആളുകൾ കുറേ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ല DC പോലത്തെ ആളുകൾ കണ്ടെത്തിയിട്ട് ഇത് ഞങ്ങൾ പുസ്തകമാക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ഒരുപാട് പുസ്തകങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാൽ സാധിക്കും. അവിടെയും നമ്മുടെ ഭാഷയ്ക്ക് അതിൻ്റേതായ വഴക്കവും നിരന്തരമായിട്ടുള്ള വായനയും കുറേ കവിതകൾ അല്ലെങ്കിൽ കുറേ എഴുത്തുകൾ നമ്മൾ ഓൺലൈനിൽ വായിക്കാറുണ്ട്. ഈയിടെയായിട്ടൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ചില വിഷയങ്ങൾക്ക് മാത്രമേ ഓൺലൈനിൽ പ്രാധാന്യമുള്ളൂ എന്നുള്ളത് ചില എഴുത്തുകാർക്കൊരു ധാരണയുണ്ട്. അതിലൊന്നാണ് പ്രണയം, അതല്ലെങ്കിൽ വിരഹം, മറ്റൊന്നിന് മരണം. ഇതല്ലാതെ നിങ്ങൾ വിശപ്പ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ നോക്കൂ, വിശപ്പ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എഴുതിയിട്ടുള്ള കവിതകളെ നിങ്ങൾ നോക്കൂ. അപ്പോൾ അത് കുറെ കൂടെ ആഴത്തിലുള്ളൊരു ടോപ്പിക്കാണ്. എന്തുകൊണ്ടാണ് എഴുത്തുകാർ അല്ലെങ്കിൽ ഓൺലൈനിൽ എഴുതുന്ന കുറേ ആളുകൾ ആ ടോപ്പിക്കിന് എടുക്കാറില്ല? വിശപ്പിനോളം പറയാൻ പറ്റിയ മറ്റൊരു ടോപ്പിക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈയിടെയായിട്ട് സംസാരിച്ച ഒരാൾ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഈ 3 വിഷയങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉള്ളൂ എന്നുള്ളത് പറയുകയുണ്ടായി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ വിഷയങ്ങളിലൂടെയും പടർന്നു കയറുമ്പോഴാണ്
നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഉയർന്നു വരാൻ സാധിക്കുന്നു. ഒരുപാട് പേര് ഉയർന്നു വരുന്നുണ്ട്. ഇനിയും അതുപോലെ സാധിക്കും. അതിനും നിരന്തരമായിട്ടുള്ള 2 വാക്കുകൾ ചേർത്ത് വെച്ച് ഞാൻ എഴുതിയത് കവിതയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുടെ പുറകെ നടക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നതാണ്. ഞാൻ എഴുതിയത് കവിതയാണ്, നിങ്ങൾ എഴുതിയത് കവിതയല്ല, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒരു ഗ്രിപ്പ് നൽകുന്നുണ്ട് എഴുത്തുകാർക്ക്. അപ്പോൾ അത് നൽകുന്ന പ്രിവിലേജിലൂടെ താനൊരു എഴുത്തുകാരനാണ് അല്ലെങ്കിൽ താനൊരു എഴുത്തുകാരിയാണെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ എഴുത്തുകാരന് സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നേരത്തെ സംസാരിച്ചതിൽ വസ്തുതാപരമായിട്ടുള്ളൊരു തിരുത്തുണ്ട്. ആർ രാജശ്രീയുടെ കല്യാണിയുടെയും ദാക്ഷാണിയുടെയും കഥയാണ് ഈ വന്നത്. അത്രയൊക്കെ കേട്ടോ, ഒരു തിരുത്തുണ്ട് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത ചോദ്യം, നമ്മളിപ്പോൾ ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളിലെ പല വശങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ടായി. അപ്പോൾ അതിൻ്റെ കാമ്പിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ റീച്ചിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതൊക്കെയാണെങ്കിലും ഇന്നത്തെ കാലത്ത് എഴുത്തുകാർക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു പച്ചത്തുരുത്ത് തന്നെയല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റൂബി ഫൈസലിനോടാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം യെസ് ആണല്ലോ. അതാണല്ലോ റൂബി ഫൈസൽ ഇവിടെ ഇരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് ദീപ്നയും കോട്ടയത്ത് നിന്ന് ഈ പറയുന്ന മെഹറിനിസയും അതുപോലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ബാബുവേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നത്, തൃശ്ശൂരിലുള്ള ബാബുവേട്ടനൊക്കെ ഇരിക്കുന്നത് ആ പച്ചത്തുരുത്തുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഒരു നാട്ടിലെ ഏതെങ്കിലും ഒരു കുഗ്രാമങ്ങളിൽ ജനിച്ച ആളുകൾ പോലും FBയിലോ അല്ലെങ്കിൽ കുറേ സോഷ്യൽ മീഡിയാസിൻ്റെ കുറേ പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എഴുതി വരുന്ന ആളുകൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എഴുതുന്നത് കഥയോ കവിതയോ, ഇപ്പം നേരത്തെ പറഞ്ഞു, ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ നമ്മുടെ രചനകൾ നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം എഡിറ്റേഴ്സ് ആണെങ്കിൽ, പ്രിൻ്റ് മീഡിയയിൽ പറയുന്ന എഡിറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. പല മത്സരങ്ങൾക്കും വിധി നിർണ്ണയിക്കുന്ന ആളിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ആ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനം വരുന്നത്. അത് ഉറപ്പ് തന്നെയല്ലേ. ഇപ്പം നമുക്ക് പലർക്കും പല രീതിയിൽ, ഇപ്പോൾ കവിതയാണെങ്കിൽ തന്നെ ഗദ്യ കവിതകളും പദ്യ കവിതകളും മീൻസ് ചൊൽക്കവിതകളൊക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ ഈ ഒരു വേർതിരിവില്ലാതെ തന്നെ കാണണം എന്നാണ്. എങ്കിലും വൃത്തവും പ്രാസവും ഒക്കെ ഉള്ള കവിതകൾക്ക് മാത്രം സമ്മാനം കൊടുക്കുകയും അല്ലെങ്കിൽ അതല്ലാതെ കുറച്ചും കൂടെ ന്യൂ ജനറേഷനിലേക്ക് വരുമ്പോൾ അല്ലാതെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ എഴുത്തിൻ്റെ ഒരു രീതി വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ അത് കാമ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് സ്വീകരിക്കുന്ന വായനക്കാരൻ, വ്യൂവേഴ്സ് എന്നാണല്ലോ നമ്മളിപ്പം കൂടുതലായിട്ട്, വായനക്കാരിനേക്കാളും കൂടുതൽ അതായത് വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. എത്ര വ്യൂ ഉണ്ട്, എത്ര മില്യൺ വ്യൂ ഉണ്ട്, ഇതാണ്. അപ്പോൾ ഈ വ്യൂവേഴ്സിലേക്ക് വന്നപ്പോൾ ആ വ്യൂവേഴ്സിൻ്റെ മൈൻഡ് അനുസരിച്ചിട്ട് ഈ പുതിയ ആളുകൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പലപ്പോഴും അത് അടുത്ത ഒരു സബ്ജക്റ്റിലായിട്ട് സംസാരിക്കും. ജൻസഡിൻ്റെ കാര്യം പറയുന്നുണ്ട്, നമ്മളെ സാഹിത്യ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതൽ ഉപകാരം എന്ന് തോന്നുമ്പോൾ ഈ മീഡിയ, അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും പ്രിൻ്റ് മീഡിയ ആണെങ്കിലും ആ ഒരു ഇതിനെ നമ്മൾക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പോവുകയാണ്. ഇതാണ് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു തരംഗം തീർക്കുന്ന ഓൺലൈൻ മാധ്യമം പുതിയ കാലത്ത് അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. ഇരിങ്ങാലക്കുട ബാബുരാജിനോടാണ് ചോദ്യം. അതിന് കൃത്യമായിട്ടുള്ള ചെറിയ സമയത്ത് ഉത്തരം പറയാൻ നന്നായിരുന്നു. വായനയിൽ, അറിവിൽ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യരെല്ലാവരും തന്നെ. പക്ഷേ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്. പലരും വായനയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ഓൺലൈൻ മീഡിയയുടെ വരവോട് കൂടിയിട്ട് നിരവധി വായനക്കാർ വായനയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ ഇത് തീർച്ചയായിട്ടും ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഭാവിയെക്കുറിച്ച് പറയാൻ സാധിക്കുക. ഇത് മാത്രമല്ല, സമയക്കുറവ് എന്നത് ആധുനിക മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ്. പക്ഷേ അതിന് ഭാവിയിൽ ഈ പരസ്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഓൺലൈൻ മാധ്യമം കാണുന്നതിന് സബ്സ്ക്രൈബർ മോഡലിലേക്ക് പലരും മാറും. ഭൂരിപക്ഷവും സബ്സ്ക്രൈബർ മോഡലുകൾ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു കാര്യം. പിന്നെ AI ആണ് ഇപ്പോഴത്തെ ഇലക്ട്രോണിക് മീഡിയകളെല്ലാം നിയന്ത്രിക്കുന്നത്. അതിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള AI വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഭാവിയിൽ
ഈ മീഡിയയിൽ നമുക്ക് AI-യുടെ വളരെയധികം തിളക്കമാർന്ന നമുക്കിതിൻ്റെ പ്രതിഫലനം കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതുമല്ല, വളരെ എഴുത്തുകാർ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഈസിലി ആക്സസിബിലിറ്റി ഉള്ളത് കൊണ്ടും തന്നെ നിരവധി പേരിലേക്ക് കടന്നു വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി ഹൈപ്പർ ലോക്കൽ ക്രിയേഷൻസിന് സ്പേസ് കണ്ടെത്തേണ്ടത് കൊണ്ട് മൈക്രോ പ്ലാറ്റ്ഫോമുകൾ നിരവധി രാജ്യത്തെമ്പാടും സംസ്ഥാനങ്ങളിൽ വരയ്ക്കും ഓരോ ജില്ലകളിൽ വരയ്ക്കും വരാനുള്ള സാധ്യതയും നമുക്കടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അതിനപ്പുറം ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉണ്ട്, വെർച്വൽ റിയാലിറ്റി ഉണ്ട്. ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വായന എന്നത് വളരെ വലിയൊരു സുന്ദരമായിട്ടുള്ള ഒരു ദൃശ്യശ്രാവ്യ അനുഭവമായിട്ട് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടും അടുത്ത ഭാവിയിൽ തന്നെ വായനക്കാരൻ എന്നുള്ളത് വെറും ഒരു വായനക്കാരൻ എന്നുള്ള ആ നില വിട്ടുകൊണ്ട് വളരെ ഓരോ വായനക്കാരനും വളരെ വൈദഗ്ധ്യമുള്ള വിശകലന വിദഗ്ധരായിട്ട് മാറുമെന്ന് നമുക്ക് സമീപഭാവിയിൽ തന്നെ പ്രതീക്ഷിക്കാം. ഈ മാറുന്ന കാലത്തോടൊപ്പം വരുന്ന ഈ ഓൺലൈൻ സാധ്യതകളൊക്കെ നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്തും. നമ്മുടെ വായനയെയും നമ്മുടെ രുചികളെയും വായനാ രുചികളെയൊക്കെ മെച്ചപ്പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഒരു ക്രോഡീകരണമാണ് ഇതിനകത്ത് ഇവരിൽ നിന്നൊക്കെ കിട്ടിയ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും പ്രിൻ്റ് മീഡിയയോടൊപ്പം തന്നെ ഓൺലൈൻ രംഗത്തും ഉറച്ചു നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്ക് ഇവിടെ അടിവരയിടുകയാണ്. എല്ലാവർക്കും നന്ദി. സെഷൻ അവസാനിച്ചാലും ഇവർക്ക് നമുക്കൊരു ആദരവ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഗീത ടീച്ചറിന് ഒരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിന് വളരെ സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയാണ്. അതിവിടെ അനൗൺസ് ചെയ്യാൻ ആയിട്ട് ഇവിടെ നമ്മുടെ അജയ് മാഷിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ശുഭ നിമിഷത്തിൽ നമുക്ക് ഇവർക്ക് ആദരവ് നൽകാൻ ജിബിൽ ആരെ വിളിക്കുന്നത് നോക്കാം. നമ്മുടെ പാനലിസ്റ്റുകൾക്കും മോഡറേറ്ററിനും ആദരവ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കാവിശികയിലെ പ്രിയപ്പെട്ട 2-3 പേരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ജിന മാഷ്, സുബ്രഹ്മണ്യംകുളം അംബിക ടീച്ചർ ഒന്ന് വരണം, സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യമായി നമ്മുടെ ബാബുരാജ് മാഷിനെ ആദരിക്കാൻ അംബിക ടീച്ചർ ക്ഷണിക്കുന്നു. നന്ദി അംബിക ടീച്ചർ. സുബ്രഹ്മണ്യകുളം മാസ്റ്റർ ദീപിനെ ആദരിക്കുന്നു. റോബി ഫൈസലിനോടുള്ള ആദരവും സുബ്രഹ്മണ്യകുളം മാസ്റ്റർ തന്നെയാണ് നിർവഹിക്കുന്നത്. അടുത്തതായി ജിനമാഷ് സജീവ് ഡോക്ടറെ ആദരിക്കുന്നതിന് വേണ്ടി ജിനമാഷിനെ ക്ഷണിക്കുന്നു. മെഹ്ഫിലുള്ള ആദരവ് കൂടി ജിനമാഷ് തന്നെയാണ് നിർവഹിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നന്ദി. നന്ദി അംബിക ടീച്ചർ, അണികുളം ജിനമാഷ്. ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു.